ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഫ്ലിപ്കാർട്ടിന്റെ സൂപ്പർ ഡോട്ട് മണി എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ കുറേയധികം നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിനെ കുറിച്ച് ഞാൻ മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതൊരു ബീറ്റാ വേർഷനിലായിരുന്നു റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സൂപ്പർ ഡോട്ട് മണിയിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡിന്റെ ഫീച്ചേഴ്സും പിന്നെ അതുപോലെ നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള പ്രീമിയം കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ള കാര്യങ്ങളും പിന്നെ നിരവധിയായിട്ടുള്ള രീതിയിൽ റിവാർഡുകൾ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ റിവാർഡിന്റെ ബേസിൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും എല്ലാം ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കിയാലോ. അപ്പൊ ആ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഒട്ടു സമയങ്ങളുടെ നേരെ വീഡിയോ കാണാം. സൂപ്പർ ഡോട്ട് മണി ആപ്ലിക്കേഷൻ സ്റ്റാർട്ടിംഗ് ടൈമിൽ ബീറ്റാ വേർഷനിൽ പ്ലേ സ്റ്റോറിൽ വന്ന സമയത്ത് നമ്മൾ ഈ ഒരു ചാനലിൽ ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോന് മേലെ കാർഡ് ഞാൻ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണുക. അപ്പോൾ നമ്മളുടെ ഗൂഗിൾ പേനെയും ഫോൺ പേനെയൊക്കെ അപേക്ഷിച്ച് നമുക്ക് ഒരുപാട് റിവാർഡുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഏത് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ഈ ഒരു വാലറ്റിൽ നിന്ന് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പൊ എന്തായാലും അതിൽ എനിക്ക് കിട്ടിയ റിവാർഡും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതുപോലെ നമുക്ക് ഇതിനകത്ത് കുറേയധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ട്, നിങ്ങളെ ജസ്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓരോന്നായിട്ട് ഓരോ സെക്ഷനും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഹോം പേജ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇവിടെ സ്റ്റാർട്ടിങ് സമയത്ത് ഞാൻ ഇതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള കുറെ ഓപ്ഷൻസും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഗൂഗിൾ പേയിലെ പോലെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിതിൽ QR കോഡ് കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെന്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ തൊട്ടടിയിലായിട്ട് നമുക്ക് കുറച്ചധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സൂപ്പർ കാർഡ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ സൂപ്പർ FD എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്, ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ സംഭവമാണ്. പിന്നെ റീചാർജ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ UPI ലൈറ്റ്, അതായത് പേടിഎമ്മിലും ഗൂഗിൾ പേയിലൊക്കെ ഉള്ള പോലെ തന്നെ UPI ലൈറ്റ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാനിവിടെ സൂപ്പർ കാർഡ് എന്ന് പറയുന്ന സെക്ഷൻ ഇവിടെ ഓപ്പൺ ചെയ്യാണ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാർഡിന്റെ സംഭവങ്ങൾ കാര്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചെറിയൊരു KYC കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ആ ഒരു KYC കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ സൂപ്പർ കാർഡ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ മേലെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഇവിടെ ബെനിഫിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും up to 5% ഓൺ സൂപ്പർ UPI ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് up to 5% ഓൾ ടൈം നമുക്ക് ഇതിനകത്ത് പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ 0.5 to 1% സൂപ്പർ കാർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് മറ്റുള്ള കാർഡുകളെ അപേക്ഷിച്ച്, മറ്റുള്ള ക്രെഡിറ്റ് കാർഡിനെ അപേക്ഷിച്ച് നമുക്ക് കിട്ടുന്ന നല്ലൊരു ഫീച്ചർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ഇവിടെ കിട്ടുന്ന, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ഈ ഒരു ക്രെഡിറ്റ് കാർഡില് നമുക്ക് ചെറിയൊരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റുള്ള ക്രെഡിറ്റ് കാർഡിനെ അപേക്ഷിച്ച്. അതായത് നമ്മളാണ് ഇതിനകത്ത് റീചാർജ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഈ ഒരു സെക്ഷനിലായിട്ട് റീചാർജിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ റീചാർജ് സെക്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എയർടെൽ റീചാർജിന് 10% എക്സ്ട്രാ ക്യാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അല്ലാണ്ട് നമ്മൾ റീചാർജ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ 5% ക്യാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എന്തായാലും ബിഗിനിങ് സ്റ്റേജിലുള്ള ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, റിഡീം ചെയ്യുക. പിന്നെ ഇവിടെ കാർഡ് എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ കണ്ടല്ലോ, അതാണ് അവിടെ UPIന്റെ ആ സെക്ഷനിൽ ഹോം പേജിൽ മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ സംഭവം ഉണ്ട്. ഇത് അന്ന് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല, ഇന്നിപ്പോ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിതിനകത്ത് 9.10% നമുക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നമുക്ക് ഏതൊക്കെ ബാങ്കാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്ര വർഷത്തിലൂടെ നമ്മൾ ഇത്ര ഫണ്ട് നമ്മൾ ഡിപ്പോസിറ്റും കാര്യങ്ങളൊക്കെ FD ആയിട്ടുള്ള രീതിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഡ്യൂറേഷൻ കൂടുന്നതനുസരിച്ച് നമുക്ക് പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് സേഫ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഇവിടെ റിവാർഡിന്റെ സെക്ഷൻ, അതാണല്ലോ എല്ലാവരും നോക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് റിവാർഡ് എത്രത്തോളം കിട്ടി എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എനിക്ക് ഇതിനകത്ത് ഇത്രയും മാസം യൂസ് ചെയ്തിട്ട് 1200 രൂപയോളം എനിക്കിപ്പോൾ ക്യാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി. ഞാനിപ്പോൾ എന്തായാലും ഇത് റിഡീം ചെയ്യുന്ന കാണിച്ചു തരാം. എൻ്റെ ICICI ബാങ്ക് ആണ്. അപ്പോൾ ഇവിടെ സെറ്റ് ടു റിഡീം എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു റിഡീമബിൾ എമൗണ്ട് ഒരു 43 രൂപയുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് സ്വാപ്പ് ചെയ്യാം. സ്വാപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാതുണ്ടോ, സ്വാപ്പായി. അപ്പോൾ അത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഇവിടെ ക്രെഡിറ്റ് ആവുന്നത് ഇപ്പോൾ സ്ക്രീനിൽ വരും, നോട്ടിഫിക്കേഷൻ വരും.
അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാതുണ്ടോ 43.75 ഞാൻ റെഡീം ചെയ്ത് കയറിയിട്ടുണ്ട്. അപ്പം ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് റിവാർഡുകൾ കാര്യങ്ങളൊക്കെ റെഡീം ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ട് തന്നെ കാണാൻ സാധിക്കും. ഞാനിവിടെ പെട്രോൾ അടിച്ചതിൻ്റെയും അതുപോലെ ഓരോ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിൻ്റെയൊക്കെ എനിക്ക് ആ ചെയ്യുന്ന അനുസരിച്ചുള്ള പേയ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ എനിക്ക് റെഡീം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അത് നമുക്ക് ഇതിനകത്ത് വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പ്രീമിയം കസ്റ്റമർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കൂടുതലായിട്ടുള്ള രീതിയിൽ റിവാർഡുകൾ കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രീമിയം കസ്റ്റമർക്ക് കുറേയധികം റിവാർഡുകളുണ്ട്. അപ്പോൾ ഈ പ്രീമിയം കസ്റ്റമർ എങ്ങനെ ആവാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മേലെ സൂപ്പർ റിവാർഡ്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നില്ല, അവിടെ അക്കൗണ്ട് സെക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് സൂപ്പർ ബെനിഫിറ്റ് ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. 5x ക്യാഷ് ബാക്ക് ഏൺഡ് 1200 എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് സൂപ്പർ ക്യാഷ് ബാക്ക് ഈ ഒരു സംഭവം നമുക്ക് ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളിതിനകത്ത് ഒരു 1000 rupees ഒക്കെ ക്യാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് സൂപ്പർ ബെനിഫിറ്റ് എന്ന് പറയുന്ന പ്രീമിയം കസ്റ്റമർ ആവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് ആക്റ്റീവ് ടിൽ 13th November 2025 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 2025 November 30 ഇതിന്റെ സംഭവങ്ങളൊക്കെ ഈ ഒരു ബെനിഫിറ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് റെഡീം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ താഴെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ട്രിപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ സാധിക്കും. എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വിഗ്ഗി ഓർഡർ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ 5x ആയിട്ടുള്ള രീതിയിൽ ക്യാഷ് ബാക്ക് ഓൾ UPI പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 5x ആയിട്ടുള്ള രീതിയിലുള്ള ക്യാഷ് ബാക്കുകൾ കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ മാക്സിമം ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് പേയ്മെന്റുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. അതിലൂടെ നിങ്ങൾക്ക് റിവാർഡുകൾ കാര്യങ്ങൾ കളക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ സൂപ്പർ ബെനിഫിറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രീമിയം കാറ്റഗറിയിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ കിട്ടുന്നതിലൂടെ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ ഇനിയും ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ റെഡീം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും മിസ്സാക്കണ്ട, ഫ്ലിപ്കാർട്ടിന്റെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇവർ ഇനിയും കുറേയധികം ഓഫറുകൾ കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കൊണ്ടുവരും. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, സൂപ്പർ ഡോട്ട് മണി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർക്ക് റെഡീം ചെയ്തിട്ടിന്റെ ഫണ്ട് കാര്യങ്ങളൊന്നും ബാങ്കിൽ കയറുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ കോൺടാക്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് അവിടുന്ന് റെസ്പോൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട, നിങ്ങൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ യൂസ് ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടന്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതിലേക്ക് സൈനിങ് ഔട്ട്.